ഇനി കാർഷിക വാർത്തകൾ. സംസ്ഥാനത്ത് പച്ചത്തേങ്ങ വില കുത്തനെ ഇടിഞ്ഞതോടെ നാളികേര കർഷകർ കടുത്ത പ്രതിസന്ധിയിലേക്ക്. നിലവിൽ 40 മുതൽ 45 രൂപ വരെയാണ് പച്ചത്തേങ്ങയ്ക്ക് വിപണിയിൽ ലഭിക്കുന്നത്. പച്ചത്തേങ്ങ വില കുറഞ്ഞത് കൊപ്ര, വെളിച്ചെണ്ണ വിപണികളെയും ബാധിച്ചു. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മികച്ച വരുമാനം ഉറപ്പാക്കിയിരുന്ന നാളികേര വിപണിയാണ് ഇപ്പോൾ കർഷകരെ പൂർണ്ണമായി കൈവിട്ടിരിക്കുന്നത്. നിലവിൽ 40 മുതൽ 45 രൂപ വരെയാണ് പച്ചത്തേങ്ങയ്ക്ക് വിപണിയിൽ ലഭിക്കുന്നത്. കഴിഞ്ഞ വർഷം പകുതിയോടെ 80 മുതൽ 85 രൂപ വരെ ഉയർന്നിരുന്ന വില മാസങ്ങൾക്കുള്ളിൽ പകുതിയിലേറെ ഇടിഞ്ഞത് കർഷകരെ ആശങ്കപ്പെടുത്തുന്നു. കേരളത്തിൽ നിന്ന് വൻതോതിൽ പച്ചത്തേങ്ങ കയറ്റുമതി ചെയ്തിരുന്ന തമിഴ്നാട് ആസ്ഥാനമായ വ്യാപാരികൾ അതിന്റെ അളവ് കുറച്ചതാണ് വിപണിക്ക് വലിയ തിരിച്ചടിയായത്. തമിഴ്നാട്ടിൽ ആഭ്യന്തര ഉൽപാദനം വർദ്ധിച്ചതാണ് ഇതിന് കാരണം. പച്ചത്തേങ്ങയുടെ വിലയിടിവ് കൊപ്ര, വെളിച്ചെണ്ണ വിപണികളെയും ബാധിച്ചിട്ടുണ്ട്. കിലോയ്ക്ക് 180 മുതൽ 200 രൂപ വരെ എത്തിയിരുന്ന കൊപ്ര വില ഇപ്പോൾ ഗണ്യമായി താഴ്ന്നു. വെളിച്ചെണ്ണ വിലയും ലിറ്ററിന് 500 മുതൽ 550 രൂപയിൽ നിന്ന് 300 രൂപയിലേക്ക് ഇടിഞ്ഞു. എന്നാൽ വെളിച്ചെണ്ണ വില കുറഞ്ഞത് സാധാരണ കുടുംബങ്ങൾക്ക് ആശ്വാസമായി. ഉൽപാദന ചെലവ് ഉയരുന്ന സാഹചര്യത്തിൽ സർക്കാർ ഇടപെട്ട് താങ്ങുവില ഉറപ്പാക്കണമെന്നും നാളികേര സംഭരണം ശക്തമാക്കണമെന്നുമാണ് കർഷക സംഘടനകളുടെ ആവശ്യം. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. AI സാധ്യതകൾ റബ്ബർ തോട്ടങ്ങളിൽ പ്രയോജനപ്പെടുത്താൻ റബ്ബർ ബോർഡ്. തോട്ടങ്ങളിൽ മരുന്നു തളിക്കാൻ AI ഡ്രോണുകൾ ഉപയോഗിക്കാനാണ് റബ്ബർ ബോർഡിന്റെ നീക്കം. തോട്ടങ്ങളിൽ മരുന്ന് തളിക്കാൻ മുൻപ് മൈക്രോൺ മെഷീനുകളാണ് വ്യാപകമായി ഉപയോഗിച്ചിരുന്നത്. ഇതിനു പകരം AI ഡ്രോണുകൾ ഉപയോഗിക്കാനാണ് റബ്ബർ ബോർഡിന്റെ നീക്കം. 3 വർഷത്തെ പരീക്ഷണങ്ങൾക്ക് ശേഷമാണ് ബോർഡിന്റെ നീക്കമെന്നും റബ്ബർ തോട്ടങ്ങളിൽ ഇത്തരമൊരു ഉദ്യമം ലോകത്താദ്യമാണെന്നും അധികൃതർ പറയുന്നു. വലിയ മരങ്ങളുടെ ഉയർന്ന ഇലച്ചില്ലകളിൽ മരുന്നടിക്കുന്നത് കർഷകർക്ക് വെല്ലുവിളിയായിരുന്നു. ഡ്രോൺ വഴി കുറഞ്ഞ ചെലവിലും കുറഞ്ഞ സമയത്തിലും കൂടുതൽ ഫലപ്രദമായി മരുന്ന് തളിക്കാം. 10, 25, 30, 40 ലിറ്റർ അളവുകളിൽ മരുന്ന് വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകൾ ലഭ്യമാണ്. ഒറ്റത്തവണ 25 മിനിറ്റ് വരെ പറക്കും. 1 മണിക്കൂറിൽ 4 മുതൽ 6 ഹെക്ടർ വരെ മരുന്ന് തളിക്കാം. 10 ലിറ്റർ മരുന്ന് തളിക്കാൻ 6-7 മിനിറ്റ് മതിയാകും. തോട്ടത്തിന്റെ വിസ്തൃതിയും അതിരുകളും നിശ്ചയിക്കാനുള്ള സംവിധാനവും ഉയരവും തടസ്സങ്ങളും മുൻകൂട്ടി മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രത്യേക സെൻസറുകളും ഡ്രോണുകളിൽ ഘടിപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. സംസ്ഥാനത്ത് ഒരു മാസത്തിനുള്ളിൽ കുരുമുളക് ക്വിന്റലിന് 1000 രൂപ ഇടിഞ്ഞു. കേരളത്തിലെ കർഷകർ നിരാശയിലാണ്. കേരളത്തിലെ കർഷകരെ നിരാശരാക്കി കുരുമുളക് വിലയിൽ കുറവ് രേഖപ്പെടുത്തി. ഒരു മാസത്തിനുള്ളിൽ കുരുമുളക് ക്വിന്റലിന് 1000 രൂപ ഇടിഞ്ഞു. നാടൻ കുരുമുളകിന് ഏപ്രിൽ ആദ്യം ക്വിന്റലിന് 67,000 രൂപയായിരുന്നത് മെയ് മാസം 66,000 രൂപയായി. ഏപ്രിൽ അവസാനം കുരുമുളക് വില 66,500 രൂപയായി കുറഞ്ഞിരുന്നു. കർണാടകത്തിൽ നിന്നുൾപ്പെടെ കുറഞ്ഞ വിലയിൽ കുരുമുളക് കേരളത്തിലെത്തിയത് വിലയിടിയാൻ കാരണമായി. വിയറ്റ്നാമിൽ നിന്നും മലേഷ്യയിൽ നിന്നുമെല്ലാം ഗുണനിലവാരം കുറഞ്ഞ കുരുമുളക് നേപ്പാൾ, ശ്രീലങ്ക വഴി കേരളത്തിലെത്തുന്നതും ആവശ്യകത കുറയാൻ ഇടയാക്കി. സാധാരണക്കാരായ കർഷകരെയാണ് വിലയിടിവ് ബാധിക്കുന്നത്. മുടക്കുമുതൽ തിരികെ കിട്ടാതെ വരുന്നതിനാൽ പരമ്പരാഗത കർഷകർ ഉൾപ്പെടെ മറ്റു മേഖലകളിലേക്ക് തിരിഞ്ഞു. ചെറുകിട കർഷകർ കുരുമുളക് വിറ്റൊഴിവാക്കുമ്പോൾ വൻകിട കർഷകർ വില വർദ്ധിക്കുമെന്ന പ്രതീക്ഷയിൽ ഉണക്കി സൂക്ഷിക്കുന്നുണ്ട്. നവംബർ മുതൽ ജനുവരി വരെയുള്ള മാസങ്ങളിലാണ് സാധാരണയായി കുരുമുളക് വിളവെടുപ്പ്. കുരുമുളക് പറിക്കാൻ ആളെ കിട്ടാത്തതും കർഷകർക്ക് വലിയ തിരിച്ചടിയാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ ടിവി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ ടിവി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.